ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ വിജയിക്കുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം സഹായകരമാണ്. സാധാരണ ജോലിയും മതാചാരങ്ങളും ആരാധനയും വ്യത്യസ്തമാണെന്ന് നാം ചിന്തിക്കുന്നു. അത് നമ്മുടെ പരാജയത്തിന് കാരണമാകുന്നു. എൻ്റെ ദൈവം എന്നെ എൻ്റെ അധ്വാനത്തിൽ സഹായിക്കുന്ന ദൈവമായിരിക്കണം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതെ പത്രോസും കൂട്ടുകാരും നിരാശരായി. കരയിലെത്തിയപ്പോൾ യേശു കരയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ നിർദ്ദേശാനുസരണം കടലിൽ വീണ്ടും വലയിറക്കി. വല നിറയെ മീൻ കയറി. 153 വലിയ മീൻ എണ്ണിയെടുത്തു. യേശു അവരെ മീൻപിടുത്തത്തിൽ സഹായിച്ചു. യേശുവിനോട് ചേർന്ന് തൊഴിൽ ചെയ്യുവാൻ പത്രോസ് പഠിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ചേർന്ന് ചെയ്യുന്ന ഏത് ജോലിയും വിജയിക്കും. അതിന് പ്രത്യേക മാഹാത്മ്യമുണ്ടായിരിക്കും. യേശു കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ അവിടത്തോട് പറഞ്ഞ ശേഷം പ്രവർത്തിക്കുമ്പോൾ വിജയിക്കും. ബ്രദർ ലോറൻസ് ആദ്യം ഒരു ആശ്രമത്തിലെ കുശിനിക്കാരനായിരുന്നു. അടുക്കളയിലെ വേല താനും യേശുവും ചേർന്ന് ചെയ്യുന്നു എന്നായിരുന്നു ലോറൻസിൻ്റെ വിശ്വാസം. യാതൊന്നും അലസമായി ചെയ്തില്ല. ദിവസം തോറുമുള്ള അനുഭവങ്ങൾ അദ്ദേഹം എഴുതി സൂക്ഷിച്ചു. പിൽക്കാലത്ത് ആത്മീയ ജീവിതത്തിൽ അനേകരെ സഹായിക്കുവാൻ ആ എഴുത്തുകൾ സഹായിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ചേർന്നു ചെയ്ത കുശിനിപ്പണി ലോറൻസിൻ്റെ ജീവിതത്തെ ധന്യവും പ്രശസ്തവുമാക്കി തീർത്തു. നാം ഓരോരുത്തരും ഓരോവിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഓരോ ജോലിയും തുടങ്ങുമ്പോൾ യേശുവിനോട് പറഞ്ഞ് ആരംഭിക്കണം. അരികിൽ നിൽക്കുന്ന യേശു കാണുന്നു എന്ന വിശ്വാസത്തിൽ അധ്വാനിക്കണം. വിജയം നിശ്ചയമാണ്. എല്ലാ ജോലിയും ദൈവത്തോടൊന്നിച്ച് ചെയ്യുന്നവനാണ് ദൈവഭക്തൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.